സന്നിധാനത്തെ അന്നദാന മണ്ഡപത്തോട് ചേർന്ന മണിമാളികയിൽ ചിത്രങ്ങൾ വരയ്ക്കുകയാണ് മനു എന്ന കലാകാരൻ. മനു വെറും ചിത്രങ്ങളല്ല വരയ്ക്കുന്നത്, സ്വാമി അയ്യപ്പന്റെ ചരിത്രമാണ്. മനുവിനോട് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. മനു, അയ്യപ്പന്റെ ചിത്രം വരയ്ക്കാൻ, അതും സന്നിധാനത്ത് വരയ്ക്കാനുള്ള ഒരു ആലോചന വന്നത് എപ്പോഴാണ്? നമസ്കാരം സാറേ. പിന്നെ ഞാൻ എൻ്റെ പേര് മനു. എൻ്റെ സ്ഥലം പത്തനാപുരത്തിനും പുനലൂരിനും ഇടയ്ക്ക് ചേകം എന്ന് പറയുന്ന സ്ഥലത്താണ് സാറേ ഞാൻ താമസിക്കുന്നത്. ഞാൻ ചെറുപ്പത്തിലെ ചിത്രങ്ങൾ വരയ്ക്കുമായിരുന്നു. അതിനുശേഷം 10ാം ക്ലാസ് ജയിച്ചതിന് ശേഷം രവിവർമ്മ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ഒരു കുറച്ച് നാൾ ചിത്രകാരനെ പഠിച്ചു. അതിനുശേഷം കോട്ടയത്ത് മോഹൻ മണിമല എന്ന് പറയും, കോട്ടയത്ത് മോഹൻ മണിമല എന്ന് പറഞ്ഞ സാറിൻ്റെ അടുത്ത് ചിത്രം തന്നെ കുറച്ചും കൂടെ പഠിക്കുകയും ചെയ്തു. അതിനുശേഷം എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റ് എഴുത്തായിരുന്നു ജോലി. അങ്ങനെ ഇരിക്കുമ്പോൾ ജോലി കുറഞ്ഞായിരുന്നു. കുറച്ച് വർക്കുകൾ കുറഞ്ഞ സമയത്ത് ഞാൻ ഈ റബ്ബർ ടാപ്പിങ്ങിന് പോകുമായിരുന്നു, മരം വെട്ടാനായിട്ട് പോകുന്നുണ്ടായിരുന്നു. ചിത്രങ്ങൾ വരയ്ക്കും, ആ കൂട്ടത്തിൽ തന്നെ ഈ ഒരു കൈ കൊണ്ട് മരം ടാപ്പിങ് ചെയ്യണം. അപ്പോഴ് ഒരു ദിവസം പാലും കൊണ്ട് വരുന്ന സമയത്ത് മറിഞ്ഞു വീണ് ഈ കൈ ഒടിഞ്ഞ് കമ്പി ഇട്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ കയ്യിൽ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ വീണ്ടും ഈ മറിഞ്ഞു വീണ സ്ഥലമൊക്കെ ഈ കൈ ഒന്ന് ഇച്ചിരി റെഡിയായ സമയത്ത് മറിഞ്ഞു വീണ സ്ഥലമൊക്കെ കാണാൻ പോയ സമയത്താണ് തോട്ടത്തിൽ അവിടെ വെച്ച് ഈ പിടവൂർ പുത്തൻകാവ് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ പ്രസിഡന്റ് കിള്ളു ഉണ്ണി എന്ന് പറഞ്ഞ ആ ചേട്ടായി അവിടെ വെച്ച് കാണാൻ പറ്റി. തടിയുടെ ബിസിനസ്സാണ് പുള്ളി. അങ്ങനെ തടിയുടെ കാര്യത്തിന് വേണ്ടി അവിടെ വന്നപ്പോൾ എന്നെ കാണുകയും അപ്പോഴെന്നോട് പറഞ്ഞ പിടവൂർ പുത്തൻകാവ് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ചുവരിലെ ദശാവതാര ചിത്രങ്ങൾ വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ക്ഷേത്രത്തിൽ ചെല്ലുകയും തിരുമേനിയെ കണ്ടിട്ട് ആദ്യം ഞാൻ പറയുന്നത് ഇങ്ങനെയാണ്, ഇവിടെ ചിത്രങ്ങൾ വരയ്ക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത്, ചുവരിൽ ചിത്രങ്ങൾ വരയ്ക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഇടത് കൈ കൊണ്ട് ചിത്രങ്ങൾ വരച്ചാൽ ഭഗവാൻ ഇഷ്ടപ്പെടുമോ? കാരണം ഒന്നാമത് ഈ കൈ മറ്റുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നില്ല. അപ്പം തിരുമേനി തന്നെ പറഞ്ഞു, അല്ല, താങ്കൾ തന്നെ ചിത്രം വരയ്ക്കണമെന്ന്, ഞാൻ തന്നെ ചിത്രം വരയ്ക്കണം. അങ്ങനെ അത് ദൈവം പറയിപ്പിച്ചതാണ്. അങ്ങനെ അവിടെ ചിത്രങ്ങൾ വരയ്ക്കുകയും ആ ചിത്രങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ വരികയും അത് എല്ലാം നല്ലവരായ നല്ല ആൾക്കാർ എല്ലാം എന്നോട് ഇഷ്ടമുള്ളവരെല്ലാം ഷെയർ ചെയ്യുകയും അപ്രകാരം അടുത്ത ക്ഷേത്രമായ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ മതിലെ ചിത്രം വരയ്ക്കാൻ അവസരം കിട്ടുന്നു. അങ്ങനെ അവിടെയും പോയി ചിത്രങ്ങൾ വരച്ചപ്പോൾ അതും അങ്ങ് നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും അപ്രകാരം ഇവിടുത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സാറായ പ്രശാന്ത് സാറ് ക്ഷേത്രത്തിൽ ആവശ്യങ്ങൾക്ക് അവിടെ വരികയും അപ്രകാരം ചിത്രങ്ങൾ കാണുകയും ചെയ്തു. അങ്ങനെയാണ് എന്നെ ഇവിടേക്ക് ചിത്രം വരയ്ക്കാൻ ക്ഷണിക്കുന്നത്. ഞാൻ ആദ്യം വിചാരിച്ച എന്തെങ്കിലും സിമ്പിളായിട്ടുള്ള ചിത്രങ്ങൾ വരയ്ക്കാനായിരിക്കും ഇവിടെ വിളിക്കുന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് ഭഗവാന്റെ ചരിത്ര കഥകളാണ് വരയ്ക്കേണ്ടത്, ജീവചരിത്ര കഥകളാണ് വരയ്ക്കേണ്ടത്. ഞാനും സത്യം പറഞ്ഞാൽ എന്താ ഈ സംഭവിക്കുന്നതെന്ന് തന്നെ ആലോചിച്ചു. കാരണം ഈ കൈയില്ലാത്ത എന്നെ കൊണ്ട് പറഞ്ഞ വിഷമത്തോട് പറഞ്ഞ വാക്കുകൾ ഇന്ന് തിരുസന്നിധിയിൽ വന്ന് ഭഗവാന്റെ ചിത്രങ്ങൾ, ഓരോ കഥകൾക്ക് ആസ്പദമായ ചിത്രങ്ങൾ വരയ്ക്കും തോറും ഇതെല്ലാം ഭഗവാൻ ഉണ്ടെന്നുള്ള തെളിവാണ്. അങ്ങനെ ഇവിടെ ഈ സന്നിധിയിൽ ഒന്ന് വരയ്ക്കാൻ പറ്റി, അതൊരു വലിയ ഭാഗ്യമാണ്. എത്ര ദിവസമായിട്ട് ചിത്രം വരയ്ക്കാൻ തുടങ്ങി? ഇതിപ്പോഴും ചിത്രങ്ങൾ വരയ്ക്കുന്നത് ഇപ്പോൾ ഒരാഴ്ച 2-ആഴ്ചയായി. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് 2 ദിവസം ചിത്രങ്ങൾ വരയ്ക്കാൻ പറ്റാതിരുന്നു. ഒരു ദിവസം മതി ഒരു ചിത്രം വരയ്ക്കുന്നത്. അങ്ങനെ ഇതിനൊരു ഒരാഴ്ച ആയി കാണും. ഇത്രയും വരച്ചത് തന്നെ ഒരാഴ്ച, 1-2 ആഴ്ച ഉണ്ടായിരുന്നു. എത്ര ചിത്രങ്ങളാണ് ഇവിടെ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്? ഇവിടെ ഒരു 10-20 കൂടുതൽ ചിത്രങ്ങളുണ്ട്. 10-25 ചിത്രങ്ങളുണ്ട് മൊത്തം. അപ്പോൾ അതൊരു 5-6ാമത്തെ ചിത്രങ്ങൾ വരച്ചു കഴിഞ്ഞു. ഇപ്പോൾ മനു വരയ്ക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി, അതായത് ചെറുപ്പം തൊട്ട് വരയ്ക്കുന്നതാണല്ലോ. അപ്പോൾ ഏതൊക്കെ മീഡിയത്തിലാണ് വരയ്ക്കുന്നത്? ഇത് ഓയിൽ പെയിന്റ്, ഇത് വരയ്ക്കുന്ന എണ്ണച്ചായ ചിത്രങ്ങളാണ് വരയ്ക്കുന്നത്. എല്ലാ വാട്ടർ കളർ ചിത്രങ്ങളും വരയ്ക്കും. പിന്നെ എമർഷനുള്ള ചിത്രങ്ങൾ, എമർഷൻ പെയിന്റ് എന്ന് പറഞ്ഞാൽ വാട്ടർ കളർ തന്നെ, അത്. പിന്നെ ആക്രിലിക് പെയിന്റ് ഉണ്ട്, അത് വെച്ച് ചിത്രങ്ങൾ വരയ്ക്കും. ഇതിപ്പം എണ്ണച്ചായ ചിത്രങ്ങൾ, ആക്രിലിക് പെയിന്റ് ഉപയോഗിച്ച് വരച്ചിരുന്നത്. പിന്നെ തുറന്ന സ്ഥലത്താവുമ്പോൾ മഴ വെയിലെല്ലാം കൊള്ളും, ഇതിന്റെ ഭംഗി കുറയാനുള്ള സാധ്യത, അല്ലെങ്കിൽ ഇതിന്റെ ശോഭ കുറയാനുള്ള സാധ്യത? ഉണ്ട്. അത് കുറച്ചുനാൾ കഴിയും, ഒരു 6-7 വർഷം ഇങ്ങനെ ചിത്രങ്ങൾ ഭംഗിയായിട്ട് എടുക്കും. ഓരോ വർഷം കഴിയും തോറും ഇതിന്റെ മുകളിൽ ക്ലിയർ എന്ന് പറഞ്ഞ സംഭവമുണ്ട്, അത് പൂശിക്കഴിഞ്ഞാൽ വീണ്ടും നല്ലതായിട്ട് കുറേ നാളും കൂടെ ലാസ്റ്റ് ചെയ്യും. പിന്നെ നന്ദി പറയേണ്ടത്
ഏറ്റവും ഭഗവാൻ ആദ്യം നന്ദി അർപ്പിക്കണം. അതിലുപരി എന്നെ ക്ഷണിച്ച പ്രസിഡന്റ് സാർ, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സാറിന് എൻ്റെ കുടുംബത്തിന് നന്ദി. അതിലുപരി ഈ പെയിന്റ് ചിത്രം വരയ്ക്കാൻ ഇതൊരുപാട് കാശ് ചെലവല്ലേ ഇപ്പൊ ഈ പെയിന്റ് വാങ്ങാനായിട്ട്? അപ്പൊ അതിനാരാ സഹായിച്ച? ഇത് ഈ ചിത്രങ്ങൾ വരയ്ക്കാൻ പെയിന്റ് വാങ്ങിക്കാൻ സഹായിച്ചത് അസിസ്റ്റന്റ് ഓഫീസർ സ്മിതിൻ എസ് എന്ന് പറഞ്ഞ, അതായത് മാവേലിക്കരയുള്ള സാറാണ്. ഇതിന്റെ പെയിന്റിനുള്ള പൈസയെല്ലാം, ഇത്രയും ചിത്രങ്ങൾ വരയ്ക്കാൻ പെയിന്റ് വാങ്ങിക്കാനുള്ള പൈസകൾ ഇതുവരെയും തന്നുകൊണ്ടിരിക്കുന്നു. ഇനിയും തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അല്ലാതെ എനിക്ക് വീട്ടിലേക്ക് അയച്ചു കൊടുക്കാൻ കുറച്ച് പൈസ സാറ് തരികയും ചെയ്തിട്ടുണ്ട്. ഈ കൈക്ക് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായിട്ട് എത്ര വർഷമായി? ഇത് ജന്മന കൈയില്ലായിരുന്നു, അതിപ്പോ അപകടം ഉണ്ടായിട്ട് ഒരു വർഷം ആകുന്നു. അതിന്റെ വേദനയുണ്ട് സാറേ. ഇപ്പം കൈക്ക് ഇടയ്ക്ക് കമ്പി ഇങ്ങനെ ഇത് ഇങ്ങനെ ഹൈറ്റിലൊക്കെ കയറിയുന്ന ചിത്രങ്ങൾ വരയ്ക്കുമ്പോഴേ നമ്മളിങ്ങനെ പിടിച്ചൊക്കെ കയറണല്ലോ, അതൊരു കൈ പറ്റത്തുള്ളൂ. അപ്പൊ ഇങ്ങനെ പിടിച്ചൊക്കെ കയറുമ്പോൾ ഈ കൈ കൊളുത്തിട്ടേക്ക്, അപ്പോൾ ഇത് വേദനയുണ്ട്, അതിൻ്റെ ആയിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. പിന്നെ വളരെ സാമ്പത്തികമായിട്ടും ഒരു ഇല്ലാത്തൊരവസ്ഥയിൽ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. കാലിനും ബുദ്ധിമുട്ടുണ്ട് സാറേ. ഒരു കാലും ഒരു കൈ മാത്രമേ ഉള്ളൂ എന്റെ ശരീരത്തിൽ നല്ലതായിട്ടുള്ളത്. അത് എന്റെ കഴിവല്ല സാറേ, ഈശ്വരൻ തന്ന ഒരു വരദാനം എന്ന് മാത്രമേ ഉള്ളൂ. ഞാനതൊരു നിമിത്തം മാത്രമേ ഉള്ളൂ സാറേ. എന്നെക്കാട്ടിൽ എത്രയോ പേരുണ്ടെന്ന് സാറേ നല്ല ചിത്രങ്ങൾ വരയ്ക്കുന്നവർ, എത്രയോ നല്ലതായിട്ട് ചിത്രങ്ങൾ വരയ്ക്കുന്നുണ്ട്. പക്ഷെ ഈ കൈയില്ലാത്ത എനിക്ക് ഈ അവസരം കിട്ടിയതിന് ഇത് ഭഗവാൻ തന്ന ഒരു അനുഗ്രഹമാണ്, എനിക്കൊരു നന്മയാണ്. എന്താ പറയാ, ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയൊരു ഇന്നും കടപ്പെട്ടിരിക്കുന്നു. ഈ ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുള്ള ആളുകൾ പലരും വേറെ ഒരു നിവൃത്തിയില്ലാതെ ആളുകൾ ഭിക്ഷയാചിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കുന്നുണ്ട്. മനു അങ്ങനെ അത്തരം ആളുകളെ കാണുകയും നേരിൽ കാണുകയും ചെയ്തിട്ടുണ്ടോ? പിന്നെ സാറേ, എനിക്ക് അതിലൊരു സാറ് ആ ചോദ്യത്തിനൊരു ആൻസർ പറഞ്ഞു. ഞാൻ ഈ കഴിഞ്ഞിടയ്ക്ക് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ വരയ്ക്കാൻ പോയ സമയത്ത് ബസ്സിൽ അങ്ങനെ പോവില്ല. അപ്പം പത്തനാപുരത്ത് നിന്ന് ബസ്സിൽ അങ്ങോട്ട് പോയപ്പോൾ ഒരു പിച്ചക്കാരൻ ബസ്സിൽ കയറിയിട്ട് ഇങ്ങനെ പിച്ച യാചിച്ച്, അത് രണ്ട് കൈയുള്ള ഒരാള് ഇങ്ങനെ പിച്ച യാചിച്ച് വന്ന് എൻ്റെ അടുത്ത് വന്നപ്പോൾ എൻ്റെ കൈ ഇങ്ങനെ നീട്ടി. അപ്പം ഞാൻ നോക്കിയപ്പം രണ്ട് കൈ കൊണ്ട് ആരോഗ്യമുള്ള ഒരാള്. അപ്പം ഞാൻ എൻ്റെ കൊച്ചു കൈ ഇങ്ങനെ എടുത്ത് കാണിച്ചു. ആള് ഒറ്റ ഓട്ടോ ഓടി അയാൾ എൻ്റെ അടുത്ത് നിന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ ഒരു കൈ കൊണ്ട് ജോലി ചെയ്ത് കാരണം ഇതൊരു എന്നെപ്പോലൊരു വയ്യാത്തൊരാൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കാണുമ്പം എന്നെപ്പോലുള്ള എത്രയോ പേരുണ്ട് ഇപ്പോൾ, അവർക്കൊക്കെ ഒരു മാതൃ പ്രചോദനമാണ്. ഞാൻ എന്നെ കണ്ട് മനസ്സിലാക്കട്ടെ. അവരും എല്ലാവർക്കും നല്ല കഴിവുള്ളവരാ, എല്ലാവരും വയ്യാത്തവർക്കൊക്കെ പാട്ട് പാടുന്നവരുണ്ട്, വരയ്ക്കുന്നവരുണ്ട്, അങ്ങനെ പല കഴിവുകളുണ്ട്. പക്ഷെ ഇത് എന്നെ കണ്ട് മാതൃകയാക്കണം. കാരണം അത് എൻ്റെ കഴിവല്ല, ദൈവം തന്നൊരു ദൈവത്തിന്റെ. കുടുംബത്തിലാരൊക്കെയുണ്ട്? വീട്ടില് അമ്മയും മക്കളും കുടുംബമായിട്ട് ജീവിക്കുന്ന സ്ഥലം, കുഴപ്പമില്ല, സന്തോഷം. എന്റെ ഒരു വരുമാന മാർഗം കൊണ്ടാണ്, ഈ ഒരു കൈയുടെ വരുമാന മാർഗം കൊണ്ടാണ് വീട് കഴിഞ്ഞു പോകുന്നത്. വളരെ ബുദ്ധിമുട്ട്, സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ട്. എന്നാലും കുഴപ്പമില്ല, സന്തോഷമുണ്ട്. അതാണ് ഭഗവാന്റെ ചിത്രം വരയ്ക്കാൻ കിട്ടിയ ഒരു അനുഗ്രഹമാണ്. ഭഗവാന്റെ ചിത്രം വരയ്ക്കാനുള്ള അവസരം ലഭിച്ചു എന്നതാണ് മനുവിന്റെ സന്തോഷം. ഒരുപക്ഷെ സംഗീതപ്രിയനായ അയ്യപ്പൻ ഇനി ഈ കലാരസികനും കൂടി ആയി മാറുന്ന ഒരു കാലമായിരിക്കും വരാനിരിക്കുന്നത്. ക്യാമറാമാൻ സി വിനോദ് കുമാറിനൊപ്പം സജീവ് സി വാര്യർ, ന്യൂസ് 18.